പാലാ നഗരസഭാ അതിർത്തിയിൽ വെള്ളം ചൂരൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതും രൂക്ഷമായ പൊടിശല്യവും ജനങ്ങൾക്ക് ദുരിതമാകുന്നു. റോഡരികിലൂടെ കുഴിയെടുത്ത് വൈദ്യുതി കേബിളുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടിയത്. ഇതോടെ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലായി. വെള്ളം ചുമന്നെത്തിക്കുകയോ വലിയ വില കൊടുത്ത് ടാങ്കറുകളിൽ എത്തിക്കുകയോ ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. വൈദ്യുതി കേബിളുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകൾ പൊട്ടിയത് ശ്രദ്ധിക്കാതെ കുഴികൾ മൂടാൻ ശ്രമിച്ചതായും നാട്ടുകാർ പറയുന്നു. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് മൊത്തം പൈപ്പും പൊട്ടിച്ച് ഇവർ നാശമാക്കിയിട്ടിരിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ഒന്നും മേലാത്ത കണ്ടീഷനാണ് നിൽക്കുന്നത്. ഇപ്പോൾ പല പൈപ്പ് മൊത്തം പൊട്ടി വരുന്നത്. ഇവർക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ ചുമ്മാ മണ്ണ് മുന്നിട്ടിട്ട് മൂടാൻ നോക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോഴാണ് ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ ഈ പൈപ്പ് ഇട്ട് മൂടാൻ തുടങ്ങി മണ്ണിട്ട്. അത് നമ്മൾ കണ്ടുകൊണ്ട് പേരിൽ ഇങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ അത് മൂടിയിട്ടാണ് ഒമ്മർ പോകുന്നത്. അതുപോലെ അങ്ങേ സൈഡിലും മൂടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കൈകളിലേക്ക് വെള്ളം പൊക്കൊണ്ടിരിക്കുക. ഇതോടൊപ്പം രൂക്ഷമായ പൊടിശല്യവും പ്രദേശവാസികളെ വലയ്ക്കുന്നു. ടോറസ് പോലുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടിപടലങ്ങൾ ഉയരുന്നത് മൂലം മുഖം മറച്ചാണ് പലരും പുറത്തിറങ്ങുന്നത്. തൊഴിലാളികളുടെ ദൗർലഭ്യവും പണികൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണമായിട്ടുണ്ട്. ശ്വാസം മുട്ടലും അവിടെയുള്ള വീടൊന്നും തുറക്കത്ത് പോലുമില്ല. വെള്ളം 2 ദിവസമായിട്ടില്ല. ഇതെല്ലാം കിളച്ച് മറിച്ചുകൊണ്ടായിരിക്കും പൈപ്പ് അവിടെ പൊട്ടിക്കിടപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതായിരിക്കും നമുക്ക് വെള്ളമില്ല. താഴോട്ടും ഇല്ല, താഴെയുള്ളവർക്കൊന്നും ഇല്ല. ഇത് കേബിൾ ഇടാനാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് കുഴിക്കുന്നത്. കേബിൾ ഇട്ട് പോയിട്ടുണ്ട്. എന്നാ കേബിൾ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ആ ഇലക്ട്രിസിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെന്ന് അവിടെ പറഞ്ഞെന്നാണ് അപ്പോൾ പറയുന്നത്. എല്ലാം ബുദ്ധിമുട്ടാണ്. ഇവിടെ പൊടി കാരണം ഒരു മനുഷ്യന് നിൽക്കാൻ മേല. അതുപോലെ ശല്യം. ഇതിങ്ങനെ എന്നാ കാണിച്ചതെന്ന് അറിയത്തില്ല. നല്ല ഒന്നാന്തരമായിട്ട് ടാറിങ് ചെയ്ത വഴിയാണ്. വർഷങ്ങൾ മുമ്പ് ഈ റബ്ബറൈസ്ഡ് ടാർ ചെയ്തു പോയ വഴി അത് ഇത് കുത്തിപ്പൊളിച്ച് അത് റോഡിന്റെ നടുവാണ് കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. ഇത്ര മണ്ണുള്ള ഒരു ഇതായിട്ടിരിക്കുന്നത്, സാധനം ഇട്ടിരിക്കുന്ന അകത്തോട്ട്. അതിനായി റോഡ് ഇത്രയും കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ പൊട്ടിയെന്നാ പറഞ്ഞല്ലേ. കേബിളുകൾ ഇട്ട് കഴിഞ്ഞ ഭാഗങ്ങളിൽ പൈപ്പ് ലൈനുകളുടെ തകരാർ പരിഹരിച്ച് കുഴികൾ മൂടാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമായിരുന്നത്. കനത്ത വേനൽ ചൂടിൽ ജീവിതം ദുസ്സഹമാകുന്നതിനിടയിലാണ് പൊടിശല്യവും കുടിവെള്ള വിതരണത്തിലെ തടസ്സവും വെള്ളം ചൂരലിലെ നാട്ടുകാരെ വലയ്ക്കുന്നത്.